ഡോക്ടർ അഭിലാഷ്, ഇതിന് ശാസ്ത്രീയമായ കാര്യകാരണങ്ങളൊക്കെ ഉണ്ടാകാം, പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനെ എങ്ങനെ തടയാം, അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ എന്താണ്, ഇതിനെ മറികടക്കാൻ ഭാവിയിലേക്കുള്ള നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു ആശയം എന്താണ്, ഒരു പദ്ധതി എന്താണ് എന്ന കാര്യത്തിൽ ഒരു രൂപമുണ്ടാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പഠനങ്ങളും ശാസ്ത്ര ഗവേഷണങ്ങളും ഒക്കെ നടത്തി കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടും പരിഹാരം നിർദ്ദേശിക്കാനോ അത് നടപ്പാക്കാനോ നമുക്ക് കഴിയുന്നില്ലല്ലോ. അതിൻ്റെ വീഴ്ച കൂടിയല്ലേ ഓരോ വർഷം കഴിയുന്തോറും ഈ അനുഭവം കൂടിക്കൂടി വരുന്നത്, കൂടുതൽ അതിന് ഒരു മൂർത്തമായ രൂപത്തിലേക്ക് എത്തുന്നത്? തീർച്ചയായിട്ടും ജി കെ, കാരണം നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഇപ്പം ആഗോളതാപനത്തിൻ്റെ കാര്യമെടുത്താലും ഇപ്പോൾ നമ്മൾ ഈ ലോക്കലി അനുഭവിക്കുന്ന ഈ ഉഷ്ണതരംഗത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇതിലൊന്നും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത അത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഇത്തരം വലിയ സംവിധാനങ്ങളൊന്നും നമുക്ക് പ്രായോഗികമല്ലാത്ത അല്ലെങ്കിൽ ആക്സസിബിലിറ്റി ഇല്ലാത്ത ഒരു ജനവിഭാഗത്തെയാണ് ഇതിൻ്റെ തിക്താനുഭവങ്ങൾ കൂടുതൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇപ്പം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ തീവ്ര ഫലങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയൊരു അനീതിയുടെ ഒരു ഘടകം കിടക്കുന്നത് ഉഷ്ണതരംഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം നമുക്കറിയാം, നമ്മളിന്നിപ്പം ജി കെ ആയാലും ഞാനായാലും താരാമാടമായാലും സൗമ്യ മാടമായാലും എല്ലാവരും എ സിക്കുള്ളിൽ നിന്നാണ് സംസാരിക്കുന്നത്. പക്ഷേ നമുക്ക് പുറത്ത് ഈ എ സി എന്ന് പറയുന്ന ഒരു കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ആക്സസിബിലിറ്റി ഇല്ലാത്ത എത്രയോ ജനവിഭാഗങ്ങൾ, ഈവൻ പ്രോപ്പർ ഹൗസിംഗ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം ഇവരെ ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പോളിസി ഡിസിഷൻസിലൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ ആദ്യം ഇത്തരം ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലേക്ക് പോളിസീസ് ഡിവൈസ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ അത് നിർഭാഗ്യവശാൽ അതുണ്ടാകുന്നില്ല. പക്ഷേ അവിടെയാണ് പ്രകൃതിയിൽ നിന്നും അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള കൂളിംഗ് സിസ്റ്റം കൂടുതൽ നഷ്ടപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആകുന്നത് ഇത്തരം ആക്സസിബിലിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള കൂളിംഗ് സിസ്റ്റത്തിനോടുള്ള ആക്സസിബിലിറ്റി ഇല്ലാത്ത ജനവിഭാഗങ്ങളെയാണ്. നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ 27 ഡിഗ്രി 28 ഡിഗ്രി എ സിക്കുള്ളിൽ കിടന്നുറങ്ങുമ്പം പുറത്ത് പകൽ ചൂട് മാത്രമല്ല ഇപ്പോൾ കാണുന്നത്, ഇപ്പം നഗര താപത്തുരുത്തുമായിട്ട് ബന്ധപ്പെടുത്ത് അല്ലെങ്കിൽ അർബൻ ഹീറ്റ് ഐലൻഡ് എന്ന് പറയുന്നത് പകലും ചൂടാണ്, അത് രാത്രിയിലും ആ ചൂട് റീറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് ഒരു റൂറൽ ഏരിയയിൽ ഒരു റൂറൽ ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ പകൽ ചൂട് കാണും, പക്ഷേ രാത്രിയിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും, ഒരു കൂളിംഗ് എഫക്റ്റ് കാണും. പക്ഷേ നഗരത്തിൽ ഇത്തരം ഉള്ള ആൾക്കാർക്ക് അതായത് നമുക്ക് പകൽ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കൊന്ന് റിലീസ് ചെയ്യാനുള്ള ഒരു അവസരം പോലും ഇല്ല. കാരണം രാത്രിയിലും ചൂട് കൂടി നിൽക്കുകയാണ്. അപ്പം ആ ഒരു ഡിവിഡൻ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ 28 ഡിഗ്രി കിടന്നുറങ്ങുമ്പോൾ പുറത്തുള്ള ഇതിന് ആക്സസിബിലിറ്റി ഇല്ലാത്ത ആൾക്കാരെല്ലാവരും 35-36 ഡിഗ്രി ചൂടും ആയിട്ടായിരിക്കും പൊരുത്തപ്പെടേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു 10-15 ഡിഗ്രിയുടെ വ്യത്യാസം തന്നെ ഈ കൂളിംഗ് സിസ്റ്റം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുണ്ട്. അപ്പം നമ്മുടെ പോളിസീസ് ഡിവൈസ് ചെയ്യണമെങ്കിൽ അതോടൊപ്പം തന്നെ ഈ ഏറ്റവും വലിയൊരു അനീതി ഈ ഉഷ്ണതരങ്ങൾ, ഇപ്പം താരാമാടം സൂചിപ്പിച്ചതുപോലെ ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആകുന്നത് പുറം പണിയിലെടുക്കുന്ന ഏർപ്പെടുന്ന തൊഴിലാളികളെയും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയുമാണ്. അപ്പം നമ്മൾ പോളിസീസ് ഡിവൈസ് ചെയ്യുമ്പം നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസിലേക്ക് അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് പോകണമെന്ന് പറയുന്നത്. കാരണം ഓവർ ദി ഇയേഴ്സ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സോ കോൾഡ് ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗ്രീനറികൾ മൊത്തം വെട്ടി നശിപ്പിക്കുന്നു. അല്പം പോലും ബാക്കി വന്നിട്ടുള്ള ചതുപ്പ് നിലങ്ങളും അല്ലെങ്കിൽ വെറ്റ്ലാൻഡ്സും നമ്മൾ കയ്യേറിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. ഇതെല്ലാമാണ് ഒരു സിറ്റിയുടെ കൂളിംഗ് സിസ്റ്റമായിട്ട് പണ്ട് കാലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം തിരിച്ചുപോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പറയാം, ഇപ്പം നമ്മൾ ഈ ഉഷ്ണതരംഗത്തെക്കുറിച്ച് 41 ഡിഗ്രി 40 ഡിഗ്രിയെ പറ്റി സംസാരിക്കുമ്പം ഒരു 30 വർഷം കഴിയുമ്പോൾ ഒരു പക്ഷേ ഡെയിലി 40 ഡിഗ്രി 41 ഡിഗ്രി താപനില അനുഭവിക്കേണ്ട ഒരു ജനവിഭാഗമായിട്ട് നമ്മൾ ഈ ആഗോള താപനത്തിൻ്റെ പാർട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 10 മരങ്ങൾ ഒരു പക്ഷേ വെച്ച് പിടിപ്പിച്ചാലായിരിക്കും 30 വർഷം കഴിയുമ്പോൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുക. അപ്പോൾ അത്തരത്തിൽ ഷോർട്ട് ടൈമും ലോങ് ടൈമുമായിട്ടുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോളിസി വഴി നമ്മൾ പോകേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്തഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് താരാമാടൻ സൂചിപ്പിച്ചതുപോലെ ഇതിലൊന്നും ഒരു തരത്തിലും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ആൾക്കാരാണെന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാമെന്നുള്ളതാണ് ഇനിയും വരുന്ന പോളിസി മേക്കേഴ്സൊക്കെ ചിന്തിക്കേണ്ടത്. കാരണം ഇത്തരം നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ് ആണ് ഒരു അർബൻ ഏരിയയെ കൂൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വെന്റിലേഷൻ എഫക്റ്റ്, ഈ പറയുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ കോസ്റ്റ് ലൈൻസിന് പാരലായിട്ട് നടക്കുന്നതുകൊണ്ട് ഈ കാറ്റിനെ പോലും തടഞ്ഞു നിർത്തുന്ന രീതിയിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അപ്പം നിർമ്മാണ പ്രവർത്തനങ്ങളിലെ
അശാസ്ത്രീയത കൂടി നമ്മളതിൽ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നിർമ്മാണ മേഖല, നമുക്ക് വികസനം വേണം, റോഡുകൾ വേണം, ഇതെല്ലാം ഒരു ശാസ്ത്രീയമായ രീതിയിൽ ചൂടിനെ കൂടുതൽ അബ്സോർവ് ചെയ്യാത്ത തരത്തിലുള്ള സാമഗ്രികൾ യൂസ് ചെയ്തുകൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നിലനിൽക്കുന്ന വൃക്ഷങ്ങളെ നശിപ്പിക്കാതെ അതിനെ റീറ്റെയിൻ ചെയ്ത് വീണ്ടും വൃക്ഷങ്ങൾ കൊണ്ടുവരിക, ഇങ്ങനെ കുറേ അധികം മാറ്റങ്ങൾ വന്നാൽ മാത്രമേ ഒരു പക്ഷേ സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വരുന്ന ഭാവിക്ക് ഈ ഭൂമിയിൽ വാസയോഗ്യമായിട്ട് നമുക്ക് നിലനിൽക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് അതിലെനിക്ക് പറയാനുള്ളത്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.